മുൻപ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, രണ്ട് കക്ഷികൾക്ക് മ്യൂച്വലായി ഇതിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയും, അതിനുള്ള വ്യവസ്ഥകളുണ്ട്. അത് ശരിയാണോ? അങ്ങനെയുണ്ടോ? അങ്ങനെ പിന്മാറാൻ പറ്റുകയില്ല. രണ്ട് കക്ഷികളും ആലോചിച്ച് ഇതിൽ നിന്ന് ഞങ്ങൾ കേന്ദ്ര സർക്കാർ പറയുന്നത് ഞങ്ങൾ കേരള ഗവൺമെന്റിനെ ഇതിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്. കേരള ഗവൺമെന്റ് പറയുകയാണ് ഞങ്ങളും ഇതിൽ നിന്ന് ഒഴിവായിരിക്കുന്നു. രണ്ടുപേരും വിചാരിച്ചാൽ ഒഴിവാൻ പറ്റും. അതിപ്പോ ഒരു ഭാര്യ ഭർത്താവ് ബന്ധം പോലെയാണ്. ഭർത്താവ് ഭാര്യ ഒരുമിച്ച് തീരുമാനിക്കുകയാണ് ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല, ഞങ്ങൾ തമ്മിൽ പിരിയുകയാണ് എന്ന് തീരുമാനിച്ച് കോടതിയിൽ നിന്ന് ഒരു അനുമതി മേടിക്കുകയാണെങ്കിൽ ബന്ധമില്ലാണ്ടാവില്ല എന്ന പോലെ. അല്ലാതെ കണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെമായിട്ട് ഒപ്പിട്ട രേഖയിൽ നിന്ന് എങ്ങനെ പിന്മാറാൻ പറ്റുക? കേന്ദ്ര ഗവൺമെന്റോട് സമ്മതിക്കണം. കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു കേരള ഗവൺമെന്റിന് ഞങ്ങൾ ഈ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയെന്ന് പറഞ്ഞാൽ ശരിയാണ്. കേരള ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാകുമെന്ന് പറഞ്ഞാൽ ശരിയാണ്. ശിവൻകുട്ടി ഒരു ശുദ്ധഗതിക്കാരനായതുകൊണ്ട് പുള്ളി ഇങ്ങനെ പലതും പറയുക, അത് നമ്മൾ മുഖവിലക്കെടുക്കേണ്ടതില്ല. അദ്ദേഹം പറഞ്ഞ അർത്ഥത്തിൽ ശരിയാണ്, പക്ഷെ അത് പ്രായോഗികമായിട്ട് നടപ്പാവുന്ന കാര്യം. എ ജയശങ്കർ, ഇന്നിപ്പോൾ പുറത്തേക്ക് വരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മന്ത്രിസഭാ യോഗത്തിന്റെ പൂർണ്ണ അനുമതിയില്ല. വാസുകിക്ക് മുഖ്യമന്ത്രി ഇനി പ്രത്യേക അനുമതി വല്ലതും നൽകിയോ എന്നുള്ളത് നമുക്ക് നമ്മുടെ മുന്നിൽ രേഖയായിട്ടില്ല. അതോടൊപ്പം ഇത് വന്ന സമയത്ത് നിയമവകുപ്പിന്റെ കൃത്യമായ ഒരു ഉപദേശം ഉണ്ടായിരുന്നു. ഇതിൽ ഒപ്പിട്ടാൽ അത് ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കുന്നതിന് തുല്യമായിരിക്കും, പിന്നെ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പിന്നോട്ട് പോക്കോ ഉണ്ടാകില്ല എന്നുള്ളത് നിയമവകുപ്പിന്റെ ഭാഗത്തൊരു കുറിപ്പും നൽകുന്നു. അപ്പോൾ ഇത്രയൊക്കെ എതിർപ്പുകൾ പല ഭാഗങ്ങളിൽ നിന്നുണ്ട്. അപ്പോൾ അനുകൂലിച്ചത് ആരാണെന്ന് മാത്രമേ ചോദ്യം. അതെ, നിയമവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കാര്യത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകാൻ മാത്രമേ സാധിക്കുള്ളൂ. നിയമോപദേശം എന്ന് പറഞ്ഞാൽ മറ്റേത് ഉപദേശവും പോലൊരു ഉപദേശം മാത്രമല്ല ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാൻ തുല്യമാണ് ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ എന്നുള്ളത് സ്പഷ്ടമാണ്. നിയമവകുപ്പിന്റെ ഉപദേശമൊന്നും ഇല്ലെങ്കിൽ പോലും ആർക്കും വളരെ വ്യക്തമായിട്ട് ഖണ്ഡിതമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നിയമവകുപ്പ് ഒന്നും കൂടി സർക്കാരിനെ പോഷൻ ചെയ്തു എന്നുകൂടി പറയാം. അതിനപ്പുറത്ത് അതിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. മാത്രവുമല്ല, ഒരിക്കലും ഈ പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്മാറാൻ പറ്റുകയില്ല. ഞങ്ങൾ ആ സ്വബോധത്തോടുകൂടി അല്ല ഒപ്പിട്ടത് എന്നൊരു വാദം അല്ലാതെ വേറെ യാതൊന്നും നിലനിൽക്കുകയില്ല. ഈ ഉത്തരവാദിത്തപ്പെടുത്തിയ ഉദ്യോഗസ്ഥനല്ല ഒപ്പിട്ടത് എന്ന് വേണമെങ്കിൽ ഒരു തർക്കം ഉന്നയിക്കാം. അതും പ്രായോഗികമല്ല. കാരണം ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർ IAS ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ അവിടെ ചെന്ന് കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്തതിനകത്ത് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ഗവൺമെന്റിന്റെ അനുമതി കൂടാതെയാണെന്നോ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥ തന്നിഷ്ടപ്രകാരം ഒപ്പിട്ടു എന്നൊന്നും ഒരു സർക്കാരിനും പറയാൻ പറ്റുകയില്ല. മന്ത്രി ശിവൻകുട്ടി അത് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. മുഖ്യമന്ത്രി വന്നാൽ അദ്ദേഹവും പറയില്ല, പറയാൻ നിവൃത്തിയില്ല.